നിന്റെ നാവിലൂടെ ദൈവം കേൾക്കണം. നിന്റെ ആഗ്രഹം നീ മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ പോരാ. അതാ വചനം പറയുന്നത്, ചോദിക്കുവിൻ, ചോദിക്കണം. ദൈവവചനം കേൾക്കുമ്പോഴേ ചോദിക്കണം. ദൈവം, എൻ്റെ ആഗ്രഹത്തെ ഞാൻ ദൈവത്തോട് പറയണം. എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു വീട് വേണം, എൻ്റെ മക്കൾ രക്ഷപ്പെടണം, എനിക്കൊരു നല്ല ഒരു ജീവിതം വേണം, ഒരു വിവാഹം നടക്കണം. ഇതൊന്നും മനസ്സിൽ വെച്ചാൽ പോരാ. ഓ, അതൊക്കെ ദൈവത്തിന് അങ്ങ് അറിയാലോ. അങ്ങനെ പറയല്. അന്ധനായ മനുഷ്യൻ അയാൾ ആ ഇരിപ്പിൽ തന്നെ അറിയാം ഒന്നുമില്ലാത്തവനാണ്, ജീവിതത്തിൽ ആകെ വഴിമുട്ടി നിൽക്കുന്ന ആളാണ്. പിന്നെ എന്തിനാ ചോദിച്ചത്? അവൻ്റെ നാവിലൂടെ അവൻ പറഞ്ഞു, ഗുരോ, എനിക്ക് ഈ കാഴ്ച വീണ്ടും കിട്ടണം. അവൻ പറഞ്ഞു, അവൻ ആഗ്രഹത്തെ പറഞ്ഞു. അവിടെയാണ് യേശു പറഞ്ഞത്, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. തൽക്ഷണം അവന് കാഴ്ച കിട്ടി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവൻ, യേശുവിൻ്റെ അടുത്തേക്ക് വന്നവൻ പഴയ അവസ്ഥയിൽ തുടർന്നില്ല.